എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മെയ് 2-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. തന്റെ ഉദ്യോഗസ്ഥരോടെല്ലാം നന്ദി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓട്ടെണ്ണുന്നതിന് മുമ്പ് തന്നെ തലസ്ഥാനത്ത് നിന്നും മടങ്ങി. അതുകൊണ്ട് തന്നെ 2-ാം പിണറായി സർക്കാർ അവസാനിക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളും ഉണ്ടാകില്ല. 72 മണിക്കൂറുകൾക്കപ്പുറം സംസ്ഥാനത്ത് വോട്ടെണ്ണലും നടക്കുകയാണ്. അതിൽ ആരാണ് ഭരണത്തിൽ വരുന്നത് അവരായിരിക്കും ഇനി കേരളത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, സ്ത്രീ സുരക്ഷാ പെൻഷൻ അതിന് മുമ്പ് ലഭിക്കില്ല. ക്ഷേമ പെൻഷനും അടുത്ത സർക്കാർ വന്നതിന് ശേഷമാണ് ഇനി ലഭിക്കുക. മറ്റ് സഹായ പദ്ധതികളും അങ്ങനെ തന്നെയാണ്. ആരായിരിക്കും ഇനി അധികാരത്തിൽ വരിക എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ താഴെ കമന്റായി ഒന്ന് രേഖപ്പെടുത്തുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണുന്നതിന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ ദേക്കർ അറിയിച്ചു. മെയ് 4 രാവിലെ 8 മണിക്ക് തന്നെ എണ്ണിത്തുടങ്ങും. സംസ്ഥാനത്ത് ആകെ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 5 ബൂത്തുകളിലെ വീതം വിവിപാറ്റ് സ്ലിപ്പുകൾ നിർബന്ധമായും എണ്ണും. EVM-ലെ വോട്ടുകളും ബൂത്തിലെ പോൾ ചെയ്ത വോട്ടുകളും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ പ്രസ്തുത ബൂത്തിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണി തിട്ടപ്പെടുത്തും. വോട്ടെണ്ണൽ പ്രക്രിയ സുഗമമായി നടത്തുന്നതിനായി ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണി തുടങ്ങുക. വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ട് എണ്ണുന്നതിനായി ഓരോ കേന്ദ്രങ്ങളിലും പരമാവധി 14 കൗണ്ടർ ടേബിളുകൾ വീതമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു റൗണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണുക. വോട്ടെണ്ണൽ ഹാളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് മണിക്കൂറുകൾക്കകം പാചകവാതക വിലയിൽ റെക്കോർഡ് വർധനവ് വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും പൊതുമേഖലാ എണ്ണ കമ്പനികളും. 993 രൂപയാണ് ഒറ്റയടിക്ക് വാണിജ്യ സിലിണ്ടറിന് വർദ്ധിച്ചത്. ഇതോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3071 രൂപ 50 പൈസയും മുംബൈയിൽ 3024 രൂപയുമായി ഉയർന്നു. വീടുകളിൽ ഉപയോഗിക്കുന്ന 14.2 കിലോഗ്രാം തൂക്കം വരുന്ന ഗാർഹിക സിലിണ്ടറിനും പെട്രോൾ ഡീസൽ വിലയ്ക്കും തൽക്കാലം വർധനവ് വരുത്തിയിട്ടില്ല എന്ന് ആശ്വസിക്കാം. പക്ഷേ ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില കൂടും, അതിൽ യാതൊരു സംശയവും ഇല്ല. 1500 അല്ലെങ്കിൽ 1600 ലഭിച്ചിരുന്നതാണ് 3000 മുകളിലേക്ക് സിലിണ്ടർ വില എത്തിയിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഇത്തരം ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾക്ക്, ഹോട്ടൽ കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള തട്ടുകടകളെല്ലാം നടത്തുന്ന ആളുകൾക്ക് അത് വലിയ തിരിച്ചടിയാകും. അവർക്ക് മാത്രമല്ല, സ്വാഭാവികമായിട്ടും അവർ വില വർദ്ധിപ്പിക്കും. സാധാരണക്കാരാണ് ചെറിയ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, അവർക്ക് പോലും ഇതിൻ്റെ വില വർധനവ് ബാധകമാകും എന്നുള്ളത് ഉറപ്പാണ്. നിലവിലെ സാഹചര്യം തന്നെ സിലിണ്ടർ കിട്ടാത്തത് കൊണ്ട് തന്നെ പല ഹോട്ടലുകളും ഭാഗികമായിട്ടെങ്കിലും അടച്ചുപൂട്ടിയ സ്ഥിതിയുണ്ട്. ഇതുകൂടി ആകുമ്പോൾ അത് വലിയ ഇരുട്ടടിയാണ് വരുന്നത്. ഗ്യാസ് വില വർധനവിൽ പ്രതിഷേധിച്ച് ഹോട്ടൽ ഉടമകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ മാസം 6 ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് നിന്ന് 3 തവണ സ്വർണ്ണവില കുറഞ്ഞു. ആകെ 2280 രൂപയാണ് പവന് കുറഞ്ഞത്. വൈകുന്നേരം 70 രൂപ ഗ്രാമിന് കുറഞ്ഞ് 13,715 രൂപയും പവന് 560 രൂപ കുറഞ്ഞ് 1,09,720 രൂപയിലും എത്തി. സംസ്ഥാനത്ത് നാളെയും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ്. ഏപ്രിൽ മെയ് മാസത്തെ 2 മാസത്തെ റേഷനാണ് ഈ ഒരു സമയത്ത് വാങ്ങാൻ കഴിയുക. 6-ാം തീയതി റേഷൻ കടകൾ അവധിയാണ്. 7-ാം തീയതി മുതലാണ് മെയ് മാസത്തെ മാത്രമായിട്ടുള്ള റേഷൻ വിതരണം. ഏപ്രിൽ മാസത്തിലും ഈ ദിവസങ്ങളിലും വാങ്ങാത്ത ആളുകൾക്ക് മാത്രമായിരിക്കും മെയ് മാസത്തിൽ റേഷൻ ലഭിക്കുക. ഏപ്രിൽ മാസത്തെ റേഷനോടൊപ്പം വാങ്ങാത്ത ഗുണഭോക്താക്കൾക്ക് മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കുന്നതാണ്. അരിയും ഗോതമ്പും സൗജന്യമായിട്ടും ആട്ട 7 രൂപക്കുമാണ് ലഭിക്കുക. PHH പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരി, ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും.
കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരിയും 4 രൂപ നിരക്കിലാണ് ലഭിക്കുക. 3 കിലോ സ്പെഷ്യൽ അരിയും ലഭിക്കുന്നതാണ്. വെള്ള റേഷൻ കാർഡിന് 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതാത് താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 4 വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ബ്രൗൺ റേഷൻ കാർഡിന് ഒരു ആട്ട 17 രൂപ നിരക്കിലും 10 രൂപ 90 പൈസ നിരക്കിലും വാങ്ങാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ